ഇന്ന് നല്ലൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. പുറത്തുനിന്നൊക്കെ കഴിക്കണ അതേ രുചിയിലുള്ളൊരു ചില്ലി ചിക്കനാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ചില്ലി ചിക്കൻ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പിന്നെ സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 350 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസ് വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊരു 10 മിനിറ്റോളം മാറ്റി വെക്കണം കേട്ടോ. ഈ ഒരു ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഒരു സൈഡ് വെന്ത് വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ. പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാല ഒക്കെ ചിക്കനിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരും കേട്ടോ. ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. കാരണം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചിക്കനല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കും കൂടെ വേണേ. അപ്പോൾ ഞാനിത് ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം സവാളൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം പെട്ടെന്ന് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വളരെ കുറച്ച് മാത്രം മതിയിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എനിക്കൊരു 5-6 പച്ചമുളക് കീറിയിട്ട് കൂടെ ചേർക്കാം കേട്ടോ. അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പിടിയോളം ചേർക്കണുണ്ട്. ഇത് നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഒരുപാട് ഇങ്ങനെ വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സവാള കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം വേണം കേട്ടോ അതുപോലെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഇതളുകൾ ഉണ്ടാവില്ല, അതൊന്ന് അടർത്തിയെടുക്കുക. എന്നിട്ട് ചേർക്കാം കേട്ടോ. അതിന് ശേഷം ഒരു വലിയൊരു ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിതിൽ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. നമ്മൾ ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടിയെടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതല്ല, പിന്നെ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതിൻ്റെ കളറൊന്നും മാറിപ്പോവേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി എനിക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് ചേർക്കാം. ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രത്തിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് നല്ല കളറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുഡ് കളറൊന്നും ചേർക്കണില്ല.
അതല്ല നിങ്ങൾക്ക് നല്ല കളറൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു സവാളൊക്കെ വഴറ്റി എടുത്തിട്ടില്ല ആ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. നല്ല കളറായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി, അതല്ലെങ്കിൽ കുഴപ്പമില്ല. കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു മസാലയിൽ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നല്ല കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരി ചില്ലി പൗഡറോ അതല്ലെങ്കിൽ ഫുഡ് കളറോ ചേർക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കണ ചില്ലി ചിക്കനൊക്കെ നല്ല കളറായിട്ട് ഉണ്ടാവില്ല, അതിലൊക്കെ ഫുഡ് കളറൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.